ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതുകൊണ്ട് മാത്രം സർക്കാരിന്റെ ഉത്തരവാദിത്വം തീരുന്നില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ട് ലാപ്സാക്കിയ സർക്കാർ അവഗണനയ്ക്കെതിരെ രക്ഷിതാക്കളും സ്ഥാപനങ്ങളും. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 16 വരെ കോഴിക്കോട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ബിരിയാണി ഫെസ്റ്റ് നടത്തി സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മണ്ണൂർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതുകൊണ്ട് മാത്രം സർക്കാരിന്റെ ഉത്തരവാദിത്വം തീരുന്നില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോ ഗവൺമെന്റിന് മനുഷ്യജീവന് എന്തായാലും നല്ലൊരു കാര്യമാണ്. പണ്ട് 1 ലക്ഷം 2 ലക്ഷം കൊടുത്തിരുന്നത് ഇപ്പൊ 10 ലക്ഷം വരെ എത്തിയുണ്ട്. അതായത് ഈ ശശീന്ദ്രന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ട് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള ഒരാളെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇതുള്ളത്. അല്ലാതെ ആ ഡിപ്പാർട്ട്മെന്റ് ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല. അതിന്റെ ഭാഗമാണ് ദിവസേന ഇത് കൂടി വരുന്നത്. അപ്പോ ഒരു സർക്കാരിൽ ഒരു മന്ത്രി നിലനിർത്തുന്നതിന് വേണ്ടി കഴിയാത്തവളെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവിടെ വായ മൂടിക്കെട്ടി സാധാരണക്കാരായ വളരെ പ്രശ്നങ്ങളുള്ള ആളുകൾ 10 ലക്ഷം കിട്ടിയിട്ട് മിണ്ടാണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിലേക്ക് പോലും ഈ സർക്കാർ എത്തിയിരിക്കുന്നു. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും പുറപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച യാത്ര 17-ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രക്കിടയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി NA മുഹമ്മദ് കുട്ടി കൂടിക്കാഴ്ച നടത്തും. ഫെബ്രുവരി 13-ന് മലപ്പുറം, പാലക്കാട് ജില്ലകളിലും 14-ന് തൃശൂർ, എറണാകുളം ജില്ലകളിലും 15-ന് കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും 16-ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും 17 കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും യാത്രാ പര്യടനം നടത്തും. NCPയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 22-ന് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടക്കും. NCP ദേശീയ പ്രസിഡന്റ് അജിത് പവാർ, വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീവാസ്തവ തുടങ്ങിയവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും NCP നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കുക, രോഗികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യത്തിന് മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കാത്ത സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ നിർത്തലാക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രോഗികൾക്കും ബന്ധുക്കൾക്കും വരെ സമരത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യവകുപ്പ് എത്തിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണക്കാരും സാധുക്കളും ആശ്രയിക്കുന്ന ഒരാശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്.
ഇവിടെ ഇപ്പോൾ വന്നാൽ നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്, നല്ല പരിചയസമ്പന്നരായ നഴ്സുമാരുണ്ട്. അതുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. രോഗം മാറണമെങ്കിൽ മരുന്നുണ്ടാവണ്ടേ, ആശുപത്രിയിൽ മറ്റു സൗകര്യങ്ങൾ വേണ്ടേ? അതൊന്നുമില്ല. അത് നോക്കാനൊരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തില്ല എന്നതാണ് ഇന്നത്തെ ദയനീയമായ അവസ്ഥ. സംസ്ഥാന സെക്രട്ടറി UC രാമൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ഭാരവാഹികളായ സൂപ്പി നരിക്കാട്ടേരി, KA ഖാദർ മാസ്റ്റർ, അഹമ്മദ് പുന്നിക്കൽ, SP കുഞ്ഞഹമ്മദ്, VKC ഉമ്മർ മൗലവി, OP നസീർ, M കുഞ്ഞാമുട്ടി, OK കുഞ്ഞബ്ദുള്ള, റഷീദ് വെങ്ങളം എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് AB അൻവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ഫണ്ട് ലാപ്സാക്കിയ സർക്കാർ അവഗണനയ്ക്കെതിരെ രക്ഷിതാക്കളും സ്ഥാപനങ്ങളും. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 19 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയത്തെ പത്രവാർത്തകളുടെ സംഭവങ്ങൾ നോക്കിയാൽ അറിയാം. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത്, കൊലപ്പെടുത്തുന്നത് ഒക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കാരണം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ കുട്ടികളെ കൊണ്ടാക്കുക, അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലോ അവരുടെ കാലശേഷമോ ഒക്കെ വലിയ അങ്കലാപ്പിലാണ്. അപ്പൊ സർക്കാർ ആ മേഖലയിൽ എല്ലാ വർഷവും എന്തെങ്കിലും ചെയ്യും, ഇപ്രാവശ്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഈ ബജറ്റ് വിഹിതം വെച്ചിട്ട് കുറച്ച് സ്ഥാപനങ്ങളെങ്കിലും തുടങ്ങും, അല്ലെങ്കിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിന്റെ പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും വിളിച്ചിട്ട് അവര് വിവിധ മീറ്റിങ്ങുകൾ കൂടി അതിന്റെ പ്ലാനും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഇപ്പോഴും ഒന്നും നടന്നിട്ടില്ല. കേരളത്തിൽ നിലവിലെ നിയമമനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി യാതൊരു പരിശീലന സൗകര്യങ്ങളുമില്ലാത്തത് കടുത്ത അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്ന് രക്ഷിതാക്കളും സ്ഥാപന മേധാവികളും പറഞ്ഞു. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 19 ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. കേരള സർക്കാർ അംഗീകാരം നൽകി ഗ്രാന്റ് നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രായപരിധി 18 വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും 23 വയസ്സായി പുനർനിശ്ചയിക്കുക, ആശ്വാസകിരണം കുടിശ്ശികയില്ലാതെ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൽകുക, നിരാമയ ഇൻഷുറൻസ് പ്രീമിയം കേരള സർക്കാർ അടയ്ക്കാൻ തയ്യാറാകുക, 8 കുട്ടികളെങ്കിലുമുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളും സംയുക്ത സമരസമിതി ഉന്നയിച്ചു. ഈ വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സിനിൽ ദാസ് പൂക്കോട്, സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ T, മാനേജ്മെന്റ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ജില്ലാ പ്രസിഡന്റ് സിറാജ് PKM, സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജ്നാസ് കോളിക്കൽ, മുഹമ്മദ് അർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേർത്ത് നിർത്താൻ ചേർന്നു നിൽക്കാം ഹൃദയപൂർവ്വം എന്ന സന്ദേശത്തോടെ ബിരിയാണി ഫെസ്റ്റ് നടത്തി സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ധനസമാഹരണത്തിനായാണ് ബിരിയാണി ഫെസ്റ്റ് നടത്തിയത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. രോഗാതുരരായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആശ്വാസവും ആത്മധൈര്യവുമേകി കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മണ്ണൂർ. നിലവിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മുതൽ വിവിധ പാലിയേറ്റീവ് ഉപകരണങ്ങൾ കിടപ്പ് രോഗികൾക്കായി സൊസൈറ്റി നൽകി വരുന്നുണ്ട്. രോഗികൾക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായുള്ള ധനസമാഹരണത്തിനായി മെഗാ ബിരിയാണി ഫെസ്റ്റ് നടത്തിയത്. മണ്ണൂരിലെ സുരക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3.5 വർഷക്കാലമായി മികച്ച പ്രവർത്തനമാണ് പാലിയേറ്റീവ് രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളണ്ടിയർ, അതുപോലെ തന്നെ നഴ്സസ്, ഡോക്ടേഴ്സ്, ഹോം കെയർ വളരെ കൃത്യമായി എല്ലാ ആഴ്ചകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ ഉപകരണങ്ങൾ, ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും രോഗികൾക്ക് നൽകാനും വേണ്ടി കഴിയും. ഇപ്പോൾ തന്നെ 94 രോഗികളെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ട് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. സുരക്ഷയുടെ 3.5 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി, കൂടുതൽ രോഗികൾക്ക് ഇതിന്റെ
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് സുരക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ ബിരിയാണി ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ടി രാധാഗോപി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ നിരാലംബരായി പ്രയാസമനുഭവിക്കുന്ന ആളുകളെ അവർക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സുരക്ഷയുടെ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പം തന്നെ ഏറ്റവും വലിയ രൂപത്തിലേക്ക് നമുക്കെല്ലാം മാതൃകയാകുന്ന രൂപത്തിലേക്കാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. റമീസ് എഞ്ചിനീയറിംഗ് പ്രതിനിധി VM റമീസ് ആദ്യ ബിരിയാണി ഏറ്റുവാങ്ങി. O ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ചന്ദ്രശേഖരൻ, ഡോക്ടർ VP മുരളീധരൻ, ശൈലജ ടീച്ചർ, അനുഷ V, M ചായച്ചുട്ടി, സുരക്ഷാ ജില്ലാ കൺവീനർ അജയൻ, ഹെബീഷ് മാമ്പയിൽ, CC ബാവ, ജയപ്രകാശ് K തുടങ്ങിയവർ സന്നിഹിതരായി. MV ബാദുഷ, ഗോപാലകൃഷ്ണൻ M, മുരളീധര ഗോപൻ, സിദ്ദിഖ് കോഹിനൂർ, ബാബു മൂത്തേടത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റെയിൽവേ യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ യാത്രാ സംഘടനകളുടെ ഐക്യവേദി രൂപീകരിച്ചു. നിർത്തലാക്കിയ തീവണ്ടികളും സ്റ്റോപ്പുകളും ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തീവണ്ടി യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ദേശീയതലത്തിൽ രൂപീകരിച്ച റെയിൽ യാത്രാ സംഘടനകളുടെ ഐക്യവേദി തീരുമാനിച്ചു. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഫോറം ഓഫ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും സംയുക്തമായി വിളിച്ചു ചേർത്ത ചെറുതും വലുതുമായ തീവണ്ടി യാത്രാ സംഘടനകളുടെ പ്രഥമ ദേശീയ സമ്മേളനത്തിലാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു. യോഗത്തിൽ ഹ്രസ്വ ദീർഘദൂര യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിച്ചു. വർദ്ധിച്ചു വരുന്ന തീവണ്ടി അപകടങ്ങളിൽ പരിഹാരമായി ട്രെയിനുകളിലും റെയിൽപാതകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര നിർബന്ധ സുരക്ഷാ ഓഡിറ്റ് നടത്തി ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നാഗർകോവിൽ തിരുനെൽവേലി കന്യാകുമാരി സെക്ഷൻ 160 കിലോമീറ്റർ മധുര ഡിവിഷനിൽ ചേർക്കാനുള്ള ഒരു നടപടികളാണ് റെയിൽവേ ദ്രുതഗതിയിൽ സ്വീകരിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ കേരള സർക്കാരും ജനപ്രതിനിധികളും ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഡോക്ടർ KS ജോൺസണെയും തെക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് PI അജയനെയും യോഗം ചുമതലപ്പെടുത്തി. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് പ്രീതം ഭൗമി കൊൽക്കത്ത, ദേബാശിസ് ചാറ്റർജി ആസാം, പ്രദീപ് കുമാർ ചക്രവർത്തി ദില്ലി, T സദാനന്ദൻ മുംബൈ, സുനിൽ കുമാർ വിശാഖപട്ടണം, TK ദാമോദരൻ ചെന്നൈ എന്നീ പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയാർ C ചാക്കുണ്ണി, സെക്രട്ടറി അജയൻ PI, സോളമൻ തോമസ്, കേരള റീജിയൻ കൺവീനർ A ശിവശങ്കരൻ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേവരമ്പലം ദേശീയപാതയിൽ റോഡിന് വശത്തെ ഗർത്തത്തിൽ വീണ് ഇരുചക്ര വാഹനയാത്രക്കാരനായ രഞ്ജിത്ത് മരിച്ച സംഭവത്തിൽ റോഡ് നിർമ്മാണം കരാറെടുത്ത KMC കമ്പനിക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് ശിവസേന. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അത് ഈ കരാറുകാരുടെ നിശങ്കതയും വലിയ അനാസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് ദേശീയപാതയുടെ നേരെ അരികിലായി തന്നെ വലിയൊരു കിണർ പോലെ തന്നെ വലിയൊരു ഗർത്തം, അതിൽ വെള്ളമുണ്ട്. അത് ആരും ശ്രദ്ധയിൽപ്പെടില്ല. ആരും തന്നെ നമ്മൾ ആരായാലും അതിൽ വീണ് പോകും.
ആ രീതിയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ രഞ്ജിത്തിന്റെ ഭാര്യ പ്രിയ എന്ന സഹോദരിക്ക് ഗവൺമെന്റ് ജോലി നൽകണം. പോരാത്തതിന് ഒരു അടിയന്തരമായി ഒരു ധനസഹായം 25 ലക്ഷം രൂപയുടെ ഒരു അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നുമാണ് നമ്മുടെ ശിവസേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഇതിനൊരു തീരുമാനം ആവുന്നത് വരെ ശിവസേന ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് ഒരു പ്രക്ഷോഭമായിക്കൊണ്ട് തന്നെ ഇത് മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വളയനാട് ക്ഷേത്രോത്സവ ദിവസങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹവും സംതൃപ്തിയും നൽകി പ്രസാദ ഊട്ട്. ദിവസേന 10,000-ഓളം ആളുകളാണ് ഊട്ടിൽ പങ്കെടുത്തത്. ഉത്സവം ഫെബ്രുവരി 14-ന് സമാപിക്കും. മലബാറിലെ പ്രശസ്തമായ ശ്രീ വളയനാട് ദേവി ക്ഷേത്രോത്സവം അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ എല്ലാ ദേശങ്ങളിൽ നിന്നും എത്തിയ ഭക്തർക്ക് വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഉത്സവാഘോഷ കമ്മിറ്റി. കൊടിയേറ്റത്തിനു ശേഷം 6 ദിവസങ്ങളിലാണ് പ്രസാദ ഊട്ട് ഒരുക്കിയത്. ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാറ്, കൂട്ടുകറി, അവിയൽ, പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകിയത്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും മികച്ച ആസൂത്രണത്തോടെയാണ് ഉത്സവ പരിപാടികൾ നടപ്പാക്കിയതെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി AV ഷിറാജ് കുമാറും പ്രസിഡന്റ് വട്ടോളി ഇല്ലത്ത് കൃഷ്ണൻ മൂസതും പറഞ്ഞു. ആറാട്ട് ദിവസം ഭക്തർക്കായി രുചികരമായ ആറാട്ട് കഞ്ഞിയും നൽകും. കൊടിയേറ്റത്തിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് 7/2/2025 മുതൽ 12/2/2025 വരെ എല്ലാ ദിവസവും വളരെ വിപുലമായ സദ്യയോടുള്ള പ്രസാദൂട്ടാണ്. 13-ാം തീയതി ആറാട്ടിനാണ് ആറാട്ട് കഞ്ഞി എന്നുള്ള ഒരു സംഗതി നമ്മൾ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നദാനത്തിന് ഓരോ ദിവസവും ഏകദേശം 10,000 മുതൽ 16,000 പേര് വരെ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആരെയും നമ്മൾ മടക്കി അയക്കുന്നില്ല. 13/2/2025 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്. നല്ലവരായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉത്സവം ഗംഭീരമാക്കി കൊണ്ടുവരുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ഇത്തവണയും സ്റ്റാർ കെയർ ആശുപത്രി മെഡിക്കൽ എയ്ഡ് സെന്റർ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മൾ സ്റ്റാർ കെയറിൽ നിന്നാണ് ഇവിടെ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഈ എയ്ഡ് പോസ്റ്റ് യൂസ് ചെയ്യാം. നോർമൽ വൈറ്റൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അഥവാ ഇവിടെ പേഷ്യൻസിന് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ വേണ്ട മെഡിക്കൽ ഹെൽപ്പ് ഇവിടുന്ന് നൽകുന്നതായിരിക്കും. കോഴിക്കോടിന്റെ ആഘോഷമായി കഴിഞ്ഞ 15 ദിവസങ്ങളിൽ നടന്നുവന്ന ഉത്സവം ഫെബ്രുവരി 16-ന് നാന്തകം തിരിച്ച് തളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. മഹാഗണപതി ഹോമത്തിനു ശേഷം രുദ്രാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം എന്നിവ നടന്നു. ഹര ഹരോ ഹര ഹര
ഹരഹരോ ഹരഹര വെற்றிവേൽ മുരുകനുക്ക്. തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായി തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാവടി പ്രദക്ഷിണവും വിശേഷാൽ പൂജകളായ ഷൺമുഖപ്രിയ ചൊവ്വ പൂജ, വിശേഷ സുബ്രഹ്മണ്യ കുമാരപൂജ, സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, പാനകപൂജ, ഭജന എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യത്തോടെ കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 16 വരെ നടക്കും. കോഴിക്കോട് സമുദ്ര ഓഡിറ്റോറിയത്തിലും മുതലക്കുളം മൈതാനിയിലുമായാണ് സമ്മേളനം നടക്കുക. ഇന്ത്യയിലെ ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്ന രൂപത്തിൽ പ്രാദേശിക വിഷയമായ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ആ ദേശീയ വിദ്യാഭ്യാസ നയം മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, അതുപോലെ തന്നെ കേന്ദ്രീകരണം ലക്ഷ്യം വെച്ച, വർഗീയവൽക്കരണം ലക്ഷ്യം വെച്ച നയത്തിനെതിരെയുള്ള ശക്തമായ സമരം വിദ്യാരാജ്യത്താകെ നടത്തുന്നു. അതോടൊപ്പം KSTAയുടെ നേതൃത്വത്തിൽ കേരളത്തിലും ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ KSTA 34ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സമുദ്ര ഓഡിറ്റോറിയത്തിലും മുതലക്കുളം മൈതാനിയിലുമായി നടക്കും. ഫെബ്രുവരി 14 പ്രതിനിധി സമ്മേളനം ഡോക്ടർ രാം പുനിയാനി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 15 മുതലക്കുളം മൈതാനിയിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ദുരന്ത മേഖലയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി ഈ വർഷം ആരംഭിക്കുന്ന അധ്യാപക ബ്രിഗേഡിന്റെ ലോഞ്ചിങ്ങും പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും KSTA നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഹൈസ്കൂളിലെ 1980-81 കാലഘട്ടത്തിലെ SSLC ബാച്ച് ഒത്തുചേർന്നു. കൂട്ടായ്മയിൽ 100-ലേറെ പേർ പങ്കെടുത്തു. കൂട്ടായ്മ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിച്ചു. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ബേപ്പൂർ ഹൈസ്കൂളിലെ SSLC ബാച്ച് വിദ്യാർത്ഥികൾ കൂട്ടായ്മയ്ക്കായി ഒത്തുചേർന്നത്. P. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശ്രീകുമാർ V, ഗിരീഷ് M, സുജാത, രേവതി K എന്നിവർ സംസാരിച്ചു. 109 പേർ കൂട്ടായ്മയിൽ പങ്കാളികളായി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലൂടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനമെടുത്തു. ഈ ഒരു കൂട്ടായ്മ കൊണ്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾക്ക് തുടക്കം വരികയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞ ചിരിക്കാനോ കല്യാണമോ പിന്നെ വലുതാക്കിയാലും ചെറുതാക്കിയാലും അങ്ങനെയല്ലല്ലോ. ഗഫൂർക്ക എന്ന് വിളിച്ചുകൊണ്ട് പലപ്പോഴും കാണുന്ന ആളുകൾ സത്യത്തിൽ ഇതിന് മുന്നിൽ വന്നപ്പോ എന്താ പറയാ, അത് ബഹുമാനം കൊണ്ടും ചിലപ്പോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടെ ആയിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണെന്നുള്ളത് ആ ഓർമ്മ ഇല്ലാതായതിനുള്ള സങ്കടം കൊണ്ട് കരയണോ ചിരിക്കണോ തോന്നിപ്പോയി. പ്രസിഡന്റായി ബേബി മോഹനെയും വൈസ് പ്രസിഡന്റുമാരായി സന്തോഷ് K, പ്രേമൻ T എന്നിവരെയും സെക്രട്ടറിയായി P. വിജയകൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറിമാരായി TK അബ്ദുൾ ഗഫൂർ, സുരേശൻ കൊല്ലരത്ത് എന്നിവരെയും ഖജാൻജിയായി സുന്ദരൻ C എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതുകൊണ്ട് മാത്രം സർക്കാരിന്റെ ഉത്തരവാദിത്വം തീരുന്നില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ട് ലാപ്സാക്കിയ സർക്കാർ അവഗണനയ്ക്കെതിരെ രക്ഷിതാക്കളും സ്ഥാപനങ്ങളും. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 14 മുതൽ 16 വരെ കോഴിക്കോട്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ബിരിയാണി ഫെസ്റ്റ് നടത്തി സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മണ്ണൂർ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.